യുവശക്തിക്ക് മുന്നിൽ മറ്റൊരു ഭരണകൂടം കൂടി മുട്ടുകുത്തിയിരിക്കുന്നു. വിജയശ്രീലാളിതരായി പാറ്റകൾ പാറി നടക്കുന്നു. ഡൽഹി ജന്തർ മന്ദറിൽ തുടങ്ങിയ സമരം പൊളിക്കാൻ അവസാന ദിവസം വരെയും ശ്രമിച്ച് പരാജയപ്പെട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കീഴിൽ അണിനിരന്ന യുവാക്കൾക്ക് മുന്നിൽ സർക്കാർ അടിയറവ് പറയുന്നത്. ജന്തർ മന്ദറിൽ സമരത്തിന്റെ മുഖമായി മാറിയ സോനം വാങ്ചുക്കിനെ കൊണ്ട് നിരാഹാരം അവസാനിപ്പിച്ചപ്പോഴും അത് ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു. പാതിരാത്രി സെൽഫി വീഡിയോ ചെയ്ത് ജൻസികളെ കയ്യിലെടുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ തന്ത്രവും പാളിപ്പോയി. മറ്റെന്തും സമ്മതിക്കാം, ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനാകില്ല എന്ന് പറഞ്ഞു നോക്കി. നിലപാട് മാറ്റിയില്ല CJP. ഇന്ന് രാവിലെ പ്രധാന്റെ രാജ്യാവശ്യം അംഗീകരിക്കില്ല എന്നാണ് സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. അങ്ങനെയെങ്കിൽ ഇനി സർക്കാരുമായി ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എന്ന് യുവാക്കളും തുറന്നടിച്ചു. സംഘർഷത്തിന്റെ പാതയിലാണ് സർക്കാരും എന്ന് തോന്നിച്ചിടത്ത് നിന്നാണ് പെട്ടെന്ന് കീഴടങ്ങലിലേക്ക് കേന്ദ്ര സർക്കാർ കൂപ്പുകുത്തിയത്. മോദി സർക്കാരിൽ അപൂർവമായി മാത്രമാണ് മന്ത്രിമാർ രാജിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന്റെ രാജിപ്രഖ്യാപനവും അപ്രതീക്ഷിതമായി. കർഷക സമരത്തിന് ശേഷം മോദി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി അതിർത്തികളിൽ കർഷകർ നടത്തിയ ദീർഘകാല പോരാട്ടം, മാസങ്ങൾ നീണ്ട ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്രത്തിന് നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാത്ത സാഹചര്യത്തിൽ നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു CJP. മെഴുകുതിരി കത്തിച്ച് മാർച്ചിനും പദ്ധതിയുണ്ടായിരുന്നു. മന്ത്രി പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഡൽഹി സമരക്കാരാൽ നിറയുമെന്ന മുന്നറിയിപ്പും CJP നൽകിയിരുന്നു. ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സംഘടന ഒന്നുകൂടി ഉറക്കെ പ്രഖ്യാപിച്ചു. നാളെ വൈകിട്ട് 6 മണിക്ക് രാജ്യവ്യാപകമായി മെഴുകുതിരി കത്തിച്ച് മാർച്ച് സംഘടിപ്പിക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കുമെന്നും CJP മുന്നറിയിപ്പ് നൽകി. പോലീസിന്റെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടും സമരവേദിയിലേക്ക് ആളുകൾ കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്നും സമവായവും ചർച്ചയുമാണ് വേണ്ടത് എന്നും RSS മേധാവി മോഹൻ ഭാഗവതും അഭിപ്രായപ്പെട്ടു. സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നും വലിയ സമ്മർദ്ദമാണ് BJP സർക്കാരിന് നേരിടേണ്ടി വന്നത്. അതാണ് ഒടുവിൽ യുവാക്കളുടെ ആവശ്യം അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചത്. യുവാക്കൾക്കിടയിൽ സർക്കാരിനുണ്ടായിരുന്ന പ്രതിച്ഛായയ്ക്ക് ഈ സമരം വലിയ മങ്ങലേൽപ്പിച്ചു. RSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇടപെടലും മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പുതിയ വോട്ടർമാരായ യുവതലമുറയുടെ നിലപാട് സർക്കാരിന് നിർണായകമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തെരുവിൽ പോലീസിന്റെ ലാത്തിച്ചാർജും എല്ലുപൊട്ടുന്ന മർദ്ദനവും ഏറ്റുവാങ്ങിയ ഒരു ABVP വിദ്യാർത്ഥി ഇന്ന് അതേ പ്രശ്നത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് എന്നതും ഇവിടെ ഒരു യാദൃച്ഛികതയാണ്. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസങ്ങളായി തെരുവിൽ ചോദ്യം ചെയ്തതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. പ്രധാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത്. 1997 ഒഡീഷയിൽ കോൺഗ്രസ് ഭരണകാലത്ത് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ അവിടുത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1500ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തി സമരം നയിച്ച ABVP ദേശീയ സെക്രട്ടറിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. അന്ന് ആ പ്രതിഷേധത്തിന് നേരെ പോലീസ് ക്രൂരമായ ലാത്തിച്ചാർജ് നടത്തുകയും ധർമ്മേന്ദ്ര പ്രധാന്റെ എല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തു. അന്ന് നടത്തിയ ആ പോരാട്ടം പിന്നീട് ഒഡീഷയിൽ BJPക്ക് സംഘടനാപരമായ അടിത്തറയുണ്ടാക്കുന്നതിൽ കാര്യമായ പങ്കുവഹിച്ചു. ധർമ്മേന്ദ്ര പ്രധാനെ BJP നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതിലും ആ പോരാട്ടം വലിയ പങ്കാണ് വഹിച്ചത്. എന്നാൽ കാലം തിരിച്ചുവെച്ച വിധി പോലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും രാജ്യമൊട്ടാകെ കൊടുങ്കാറ്റായപ്പോൾ വിചാരണ കൂട്ടിൽ നിന്നത് അതേ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയായിരുന്നു. അന്ന് ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി നേതാവ് ഇന്ന് സമാനമായ വിഷയത്തിൽ ജനരോഷം തടയാനാവാതെ പ്രതിക്കൂട്ടിലായി. CJP നേതാക്കളുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം രാജ്യത്തുടനീളം പടർന്നു പിടിച്ചതോടെ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമായി. രാജ്യം മുഴുവൻ പ്രതിഷേധമുയർന്നിട്ടും രാജിവെക്കാൻ തയ്യാറാവാതെ മന്ത്രിസഭയിൽ കടിച്ചു തൂങ്ങുകയായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, വീഴ്ച സംഭവിച്ചു എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ BJP സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് എന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ രാജ്യാവശ്യത്തിൽ നിന്ന് 1 ഇഞ്ച് പിറകോട്ടില്ല എന്ന CJP നിലപാടിൽ ഉറച്ചതോടെ BJPക്ക് ഗത്യന്തരമുണ്ടായില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന്റെ നാൾ വഴി പരിശോധിച്ചാൽ അവിശ്വസനീയമായ നേട്ടമാണ് നിശ്ചയദാർഢ്യം അവർക്ക് നേടിക്കൊടുത്തത്. CJPയുടെ ജനനം ഏതെങ്കിലും ആശയത്തിന്റെ പേരിലല്ല എന്നതാണ് കൗതുകകരമായ യാഥാർത്ഥ്യം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തിലെ പാറ്റ എന്ന വാക്കിൽ നിന്നാണ് ഈ യുവകൂട്ടായ്മ ജനിക്കുന്നത്. തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോടും പഴുതാരകളോടും ഉപമിച്ചു എന്നാരോപിച്ച്
പാറ്റകൾക്കായി ഒരു പാർട്ടി എന്ന സറ്റയർ ആശയമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ തന്നെ വിറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ വിദ്യാഭ്യാസത്തിന് പോയ അഭിജിത്ത് ദീപ്കയാണ് ഈ പ്രതിഷേധത്തിന് പാറ്റയുടെ മുഖം കൊടുത്തത്. ഇൻസ്റ്റാഗ്രാമിൽ അവതരിപ്പിച്ച കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേജിന് 4 ദിവസം കൊണ്ട് കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായി. അത് BJPക്ക് ക്ഷീണമായി. CJPയുടെ അംഗങ്ങളിൽ ഏറെയും പാകിസ്ഥാനികളാണ് എന്നുവരെ പറഞ്ഞു BJP നേതാക്കൾ. പക്ഷേ ഇൻസ്റ്റാഗ്രാം പേജ് ജൻസിക്കൊരുമിക്കാനുള്ള പ്ലാറ്റ്ഫോം ആവുകയാണ് എന്ന് സർക്കാർ മനസ്സിലാക്കിയില്ല. CJP ഏറ്റെടുത്ത ആദ്യ വിഷയം തന്നെ നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടുകൾ. അത് തന്നെ വിജയമാക്കിയിരിക്കുകയാണ് ഇന്നലത്തെ മഴയിൽ കുരുത്ത ഈ പിള്ളേർ. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് തന്റെ 26 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ചത് സർക്കാരിന് വലിയ ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ വെച്ച് കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയുടെയും ജിതേന്ദ്ര സിംഗിന്റെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത്. ഇതെല്ലാം ഉയർത്തിക്കാട്ടി BJP അത് തങ്ങൾക്ക് നേട്ടമാകുമെന്ന് കരുതി. പക്ഷേ എല്ലാം CJPയുടെ പ്രതിഷേധത്തിന് മുന്നിൽ തരിപ്പണമായി.